ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനെതിരെ CPM പൊളിറ്റ് ബ്യൂറോ. RSS BJP ആശയം പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്നും വിമർശനം. ഒരു നേതാവിൽ കേന്ദ്രീകരിച്ച് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള തന്ത്രം ഫെഡറലിസത്തിന് വെല്ലുവിളിയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തെ CPM ശക്തമായി എതിർക്കുമെന്നും പൊളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നു. നോബിൾ മാരിക്കാരൻ തന്നെ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ വാർത്താക്കുറിപ്പിലാണോ ഇതിൽ ഈ തീരുമാനത്തിലുള്ള മന്ത്രിസഭാ തീരുമാനത്തിലുള്ള എതിർപ്പ് പൊളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നത്? സ്മൃതി, വാർത്താക്കുറിപ്പിലാണ് PB ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഭരണഘടനയെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നാണ് CPM ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെയും RSSന്റെയും ഒരു അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത് എന്നും ഇതിൽ CPIM കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തെ ഉൾപ്പെടെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സമീപനം. ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ടതുണ്ട്. അതിന് CPM മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ സർക്കാർ വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്ര കാലത്തേക്കാണോ പിന്നീട് സർക്കാർ വേണ്ടത് അത് നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നുള്ളൂ, 5 വർഷത്തേക്ക് ഉണ്ടാകുന്നില്ല. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തെ തങ്ങളുടെ സംസ്ഥാനത്തെ മുന്നോട്ട് ഭരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ രീതിക്കൊക്കെ മാറ്റം വരികയാണ്. ഇതെല്ലാം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇതിൽ CPM ആരോപിക്കുന്നത്. എന്താണെങ്കിലും പാർലമെന്റിലടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം വേണം. ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്നവരെ എല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ഈ സംഭവത്തെ, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് CPM PB ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.